വീട്ടിലേ വിട്ടു. അതെ പാപ്പി. അയ്യോ അമ്മച്ചേ. ഏതായാലും ചെയ്ത്ത് ഇത്തിരി കടുത്തുപോയി. മൂർഖനെയാ നോവിച്ചു വിട്ടത്. മൂർഖനെയാണ് നോവിച്ചു വിട്ടതെന്ന് അറിയാളിയാ. അത് പിന്നെ കുഴപ്പമില്ല. തല്ലിയവരും തല്ലുകൊണ്ട് ഒരു മൂർഖന്മാരായതുകൊണ്ട് വലിയ ഏനക്കേട് വരില്ല. എടാ ഉപ്പ് കണ്ടം കോര കഴിവണമേ. ഇറങ്ങി വാടാ. വേണ്ട പ്രിൻസിപ്പലെ വേണ്ട. വിടാ. പ്രിൻസിപ്പാൾ ഏത് പ്രിൻസിപ്പാള്? ഏത് കോളേജ്? ഞാൻ കോട്ടയം കുളിച്ചാടാ കേടി. പ്രിൻസിപ്പാള് അതൊക്കെ പണ്ട് 4ാം ക്ലാസ്സിന് ഡ്രില്ലുള്ളതിനെ പ്രിൻസിപ്പാളെന്ന് വിളിക്കുന്ന കഴിവണവനെ. നീ മേടിക്കും. ഇറങ്ങി വാടാ കോര കഴിവണവനെ. എടാ പാപ്പി അപ്പി മാത്ത പോത്ത എവിടാ? നിന്റെ ചേട്ടൻ ചത്തോടാ. ഇറക്കി വിടവനെ. ഇന്ന് അവന്റെ കുടലെടുത്ത് മപ്പാസ് അടിച്ചിട്ട് തന്നെ കാര്യം. കോട്ടയം കുഞ്ഞത്തിനെ തല്ലാൻ ചങ്കുറപ്പുള്ള ഏത് ഉപ്പ് കണ്ണൻ ചട്ടമ്പിയാണോ ഉള്ളത്? കണ്ണി മണ്ണ് വാരിട്ടിട്ടുള്ള ആമ്പിള്ളേർ തല്ലുന്നേ. ഇതിന്റെ പൂഴിക്കിടങ്ങനടിയോ? നീ തച്ചോളി എന്റെ പല കഴിവടാ മോനെ. ഇറങ്ങി വരികയല്ലടാ. ഇറങ്ങി വരികയല്ല. എനിക്കറിയാം നീയൊക്കെ 8ഉം 10ഉം പേരും കൂടി ഓർക്കാപ്പുറത്ത് വന്ന് തല്ലും. നിന്റെ വീട്ടുമുറ്റത്താണാ നിൽക്കുന്നേ. ധൈര്യം കൊണ്ട് ആരാണ് ഇറങ്ങി വാടാ. ഓരോ കഴിവേറി. ഏലിയമ്മേ നിന്റെ ചുന്നരി മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടറി. നിന്റെ മോള് അവള് പറഞ്ഞിട്ടാ ഞാൻ ആ കിഴക്കൻ മലയെന്ന് വന്ന കൊരങ്ങനെ അവമാനിച്ചു വിട്ടത്. എന്നിട്ട് നേരം വെളുത്തപ്പം കാല് മാറി. കള്ള കഴിവള മോള്. എന്നെ പറ്റിച്ചവളെ ഞാൻ വെറുതെ വിടാൻ പോണില്ല. എടി ഏലിയമ്മേ നിന്റെ പെമ്മക്കള് രണ്ടും എന്റെ കൈ കിടന്ന് പിടയ്ക്കും. എന്റെ തള്ളണ പ്രായമുണ്ട് നിനക്ക്. എന്നാലും പറയാ നീയും എന്റെ കൈ കിടന്ന് പിടയ്ക്കൂടി. എടാ ഊറിയ പുള്ളിയോളം മീക്കായേ നീ ചെവിയെ നുള്ളിക്കോ. 8 ദിവസം നീ ഒന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കത്തില്ല. കോട്ടയം കുഞ്ഞച്ചനാടാ പറയുന്നേ. എടീ മോളിക്കുട്ടി നീ നിന്റെ തന്തയ്ക്കും അമ്മാച്ചന്മാർക്കും വേണ്ടി പള്ളിയിൽ പോയി മരണവാപ്പീസ് ചെല്ലിക്കോടി. വരടാ മോളെ. പ്രിൻസിപ്പലെ കോട്ട എവിടെ കിടക്കുന്നു? ഉപ്പ് കണ്ട എവിടെ കിടക്കുന്നു? കുഞ്ഞച്ചനോടാ കളി. അടിയും തടിയും മരത്തെ കയറ്റം പിടിച്ചടാ കുഞ്ഞ. ചേച്ചി എന്തിനാ ചേച്ചി ഇങ്ങനൊരു കള്ളം പറഞ്ഞത്? കണ്ടില്ലേ എന്തെല്ലാം പുലിവാലികളാണ് അതിന്റെ പുറകെ. ചേച്ചിയുടെ മനസ്സിലെന്താ? എനിക്ക് ആ ജോയിക്കുട്ടിയെ ഇഷ്ടമാണ്. എങ്കിലും അത് നേരത്തെ അങ്ങ് എല്ലാരോടും പറഞ്ഞൂടായിരുന്നോ? ഇത്രയ്ക്കൊരു വളഞ്ഞ വഴി വേണ്ടിയിരുന്നോ? ഞാനാരോടും പറയാൻ പോണില്ല. പാവം കുഞ്ഞച്ചൻ ചേട്ടൻ എന്താശയായിരുന്നു. ചേച്ചിക്ക് വേണ്ടിട്ടാ കുഞ്ഞച്ചൻ ചേട്ടൻ ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ടും എനിക്ക് ആ മനുഷ്യനോട് ഒരു വിരോധവും തോന്നില്ല. പാവം. മികായിലേക്കാ എന്താ? നിങ്ങളുടെ തോട്ടത്തെ ആരോ തീയിടുന്നു. ആ കോട്ടയം കുഞ്ഞച്ചനാണെന്നാ തോന്നുന്നത്. എന്റെ കർത്താവേ. അയ്യോ എന്റെ കർത്താവേ. എന്റെ ദൈവമേ എന്റെ കർത്താവേ.
പ്രിൻസിപ്പളെ കൊന്നു. ആര്? ഇപ്പൊ എന്റെ ചേട്ടമ്മ മിഖാലിനെ കൊന്നു. എവിടെ? അവിടെ തോട്ടത്തിലാരോ തീം വെച്ചു. പ്രിൻസിപ്പൽ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയിരിക്കണം. ഞാനോ? ഞാൻ എന്തിനാണ് മാറി നിൽക്കുന്നേ? എന്ന് വെച്ചാൽ പ്രിൻസിപ്പലല്ലേ അവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയത്. അതിന് ചേട്ടാ ഇത് വലിയ പുലിവാലായല്ലോ. എടാ അലമ്പുണ്ടാക്കിട്ട് ഞാൻ നേരെ എങ്ങോട്ടല്ലേടാ പോകുന്നത്? എന്റെ കുഞ്ഞച്ചൻ ചേട്ടാ, അതൊക്കെ കോടതിയിൽ പറയാൻ പറ്റൂ. പോലീസ് ചേട്ടനെ തിരക്കി ഇവിടെ വരും. ഒന്ന് മാറിയിരുന്നു. നേരാ കുഞ്ഞച്ചാ, കുറച്ച് ദിവസം മാറി നിൽക്കും. പറയുന്ന കേൾക്ക് പ്രിൻസിപ്പലെ. എവിടെടാ കുഞ്ഞച്ചൻ? എനിക്കറിയില്ല സാറേ. ഒരെണ്ണം കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. കഴിവേറെ മോനെ. എവിടാവൻ? ഇങ്ങോട്ട് വന്നാൽ അരിഞ്ഞ എല്ലാത്തിനെയും കൊന്നുകളയും. ഈ ലോകത്തെവിടെ നിയമമുള്ളതാ. വഴി നടക്കാൻ ഇടം കൊടുത്തോളം. ഇതുവഴി ഞങ്ങൾ വഴി നടക്കും, ഞങ്ങളുടെ വണ്ടി ഓടിക്കും. തടയാൻ വന്നാ ഉണ്ടല്ലോ, നിന്റെ മറ്റവൻ അയച്ചിടത്തേക്ക് നിന്നെ അയക്കും. എല്ലാത്തിനെയും കെട്ടിക്കാറായ പെമ്പിള്ളേരെ വെച്ച് ചട്ടമ്പി കളിക്കുന്നോടി. കഴിവാണോ മോളെ? കാണുന്നില്ലല്ലോ. ഈ ചെറുക്കനിത് എവിടെ പോയി എന്റെ ദൈവമേ?